സ്വഹീഹുൽ മുസ്ലിമിൽ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം കാണാം. മഹാനവറുകൾ പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സ്വല്ല ജാഅ അഖദുമുൽ മദീനത്തി ബിആനിയതിഹിം ഫീഹൽ മാ. മദീന പള്ളിയിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വെള്ളപാത്രവുമായി വരും. അങ്ങനെ ഫമാ യുക്തബി ഇനാഇൻ ഇല്ലാ ഖമസ യദഹു ഫീഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഇരു കൈകളും വെള്ളപാത്രത്തിലേക്ക് മുക്കി കൊടുക്കും. അവിടുത്തെ ഇരു കൈകളും വെള്ളപാത്രത്തിൽ മുക്കിയ വെള്ളം ഏറെ ബറക്കത്തുള്ളതും രോഗശമനമുള്ളതുമാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്ത് കാണാം, ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹ് മുസ്ലിമിൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകൾ കൊണ്ട് മാത്രമല്ല, അവിടുത്തെ ഔലിയാക്കളുടെയും ഉലമാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ശേഷിപ്പുകൾ കൊണ്ടും ബർക്കത്തെടുക്കുന്നതിൻ്റെ തെളിവാണ് ഈ ഹദീസ്. അതുകൊണ്ട് നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ സഹാബാക്കളെയും പിൻപറ്റി ജീവിക്കണം. നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ.